ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്യൂട്ട് ബ്രേക്കറും അതുപോലെ റിലേസും ആണ്. ഫസ്റ്റ് തന്നെ എന്താണ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് എ മെക്കാനിക്കൽ ഡിവൈസ് ദാറ്റ് മേക്സ് ഓർ ബ്രേക്സ് എ സർക്യൂട്ട് അണ്ടർ നോർമൽ ആൻഡ് ഫോൾട്ട് കണ്ടീഷൻ. നോർമൽ കണ്ടീഷനിൽ മേക്സ് സർക്യൂട്ട് ആൻഡ് ഫോൾട്ട് കണ്ടീഷൻസിൽ ബ്രേക്ക് സർക്യൂട്ട്. ഇത് രണ്ടും ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഓവർലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എർത്ത് ഫോൾസ് വരുന്ന സമയത്ത് കറണ്ടിനെ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് ബോത്ത് സ്വിച്ച് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് ഒരു സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടാവുന്ന മേജർ കമ്പോണൻസ് ആണ്. ഒരു ഫിക്സഡ് കോണ്ടാക്ട് ഉണ്ടാവും, ഒരു മൂവിങ് കോണ്ടാക്ട് ഉണ്ടായിരിക്കും. അതാണ് കറണ്ടിനെ ക്യാരി ചെയ്യുന്നതും അതുപോലെ തന്നെ കറണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നതും ഈ ഫിക്സഡ് മൂവിങ് കോണ്ടാക്ട്സിന്റെ മൂവ്മെന്റ്സ് കൊണ്ടാണ്. പിന്നെ ആർക്ക് ചൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. അതാണ് ആർക്കിനെ കൂൾ ചെയ്യുന്നതും സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യാന്നുള്ള ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഓപ്പറേറ്റിംഗ് മെക്കാനിസം, അത് നമുക്ക് മാനുവലോ ഓട്ടോയോ ഉണ്ടായിരിക്കും. ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക അതിന്റെ കോണ്ടാക്ട്സ്, അതിനെയാണ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രിപ്പ് യൂണിറ്റ് ഉണ്ടാവും. ട്രിപ്പ് യൂണിറ്റ് ആണ് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യുന്നതും ട്രിപ്പ് ട്രിഗർ ചെയ്യുന്നത് ട്രിപ്പ് യൂണിറ്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഇൻസുലേറ്റിംഗ് മീഡിയ ആണ്. അത് നമുക്ക് പല ആപ്ലിക്കേഷൻസിൽ പല ഇൻസുലേറ്റിംഗ് മീഡിയംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലീക്കേജ് പ്രിവെന്റ് ചെയ്യുക, ആർക്കിന്റെയോ അല്ലെങ്കിൽ കറണ്ടിന്റെയോ ലീക്കേജ് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ. അതിന് നമുക്ക് എയർ യൂസ് ചെയ്യാം, ഓയിൽ യൂസ് ചെയ്യാം, SF6 ഗ്യാസ് യൂസ് ചെയ്യാം, വാക്വം യൂസ് ചെയ്യാം. അപ്പൊ ഇൻസുലേറ്റിംഗ് മീഡിയം അനുസരിച്ച് പല ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. പിന്നെ ഉള്ളത് ടെർമിനൽസ് ആൻഡ് ബ്രഷിങ്സ്. എക്സ്റ്റേണൽ കണക്ഷൻ കൊടുക്കണമല്ലോ, അതിനും ഇൻസുലേഷനും വേണ്ടിയിട്ടാണ് ഈ ടെർമിനൽസ് ആൻഡ് ബ്രഷിങ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മെയിൻ പാർട്സ് ഓഫ് എ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിംഗ് നോക്കാം. നോർമൽ കണ്ടീഷനിൽ കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആയിരിക്കും, കറണ്ട് ഫ്ലോ സാധാരണ പോലെ നടക്കും, ഒരു ഇന്ററപ്ഷനും ഇടയിലില്ല. അതേസമയം ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? റിലേ ആണ് ആദ്യം ഡിറ്റക്ട് ചെയ്യുക ഫോൾട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ റിലേ ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ ട്രിപ്പ് യൂണിറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ട്രിപ്പ് യൂണിറ്റ് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ കോണ്ടാക്ട് ഓപ്പൺ ആവുമ്പോൾ ആർക്ക് ഫോം ചെയ്യും. ഈ ഫോം ചെയ്ത ആർക്കിനെ നമ്മൾ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം യൂസ് ചെയ്തിട്ട് ക്വെഞ്ച് ചെയ്യാണ്. അതിനുശേഷം സർക്യൂട്ടിനെ ഇന്ററപ്റ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഫോൾട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും കണക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിങ്ങിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു ആർക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ആർക്ക് ഉണ്ടാവാനുള്ള കാരണവും എങ്ങനെയാണ് ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ ക്വെഞ്ചിങ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് ആർക്ക് ഫോം ചെയ്യുന്നത് അയണൈസേഷൻ സംഭവിച്ചിട്ടാണ്. കോണ്ടാക്ട്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിയർ ബൈ എയറിന് അയണൈസേഷൻ സംഭവിച്ചിട്ടാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. ഈ ആർക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യണം അല്ലെങ്കിൽ ക്വെഞ്ച് ചെയ്യണം ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ സിസ്റ്റം. സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ ആർക്കിനെ ക്വെഞ്ച് ചെയ്യുക, വേഗം തന്നെ ക്വെഞ്ച് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആർക്ക് ക്വെഞ്ചിങ് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ എയർ ബ്രേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഓയിൽ ബ്രേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ SF6 ഗ്യാസ് യൂസ് ചെയ്തിട്ടായിരിക്കാം, വാക്വം യൂസ് ചെയ്തിട്ടായിരിക്കാം. അങ്ങനെ പലതരം ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സർക്യൂട്ട് ബ്രേക്കറിനെ ബൈ ആർക്ക് മീഡിയം, ബൈ ഇൻസ്റ്റാളേഷൻ ആൻഡ് ബൈ വോൾട്ടേജ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ഏതാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആണ് ബൈ ആർക്ക് മീഡിയം നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ACB പറയുന്നത് എയർ സർക്യൂട്ട് ബ്രേക്കർ, OCB ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, SF6 സർക്യൂട്ട് ബ്രേക്കർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ. അങ്ങനെ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ഏതാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത്രയും സർക്യൂട്ട് ബ്രേക്കേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇൻസ്റ്റാളേഷൻ, ഇൻഡോർ ആണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതോ ഔട്ട്ഡോർ ആണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഇൻഡോർ ആണെങ്കിൽ അതിന്റെ രണ്ടിന്റെ എക്സാമ്പിൾ ആണ് എയർ
സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ. ഔട്ട്ഡോറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് SF6ഉം ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ, വോൾട്ടേജ് ലോ, ഹൈ, മീഡിയം പറഞ്ഞ് 3 ലെവലിലുള്ളത് ഉണ്ടായിരിക്കും. ലെസ് ദാൻ 1 kV യൂസ് ചെയ്യുന്നത്, 1 to 33 kV യൂസ് ചെയ്യുന്നത്, ഗ്രേറ്റർ ദാൻ 33 kV യൂസ് ചെയ്യുന്നത്. അപ്പൊ സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇതൊക്കെയാണ്. ഇനി ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? MCB ആണ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് MCCB ആണ്. MCB എന്ന് പറയുന്നത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് അതിന്റെ ഫുൾ ഫോം. അതേസമയം MCCBയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്. മെയിൻ ലോ ടെൻഷൻ പാനൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. അതുപോലെ ഇൻഡോർ സബ്സ്റ്റേഷൻസ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വാക്യൂം സർക്യൂട്ട് ബ്രേക്കറും. ഹൈ വോൾട്ടേജ്, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, അതുപോലെ ഗ്രിഡ് പ്രൊട്ടക്ഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് SF6 സർക്യൂട്ട് ബ്രേക്കർ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്ക് വെഞ്ചിങ് പ്രോപ്പർട്ടി എഫിഷ്യൻ്റ്ലി ചെയ്യുന്നുണ്ടാവുക ആരായിരിക്കും? SF6 സർക്യൂട്ട് ബ്രേക്കർ ആയിരിക്കും. ഓക്കെ, അടുത്തത് സർക്യൂട്ട് ബ്രേക്കർ റേറ്റിംഗ്സ് ആണ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. റേറ്റിംഗ്സിൽ വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേറ്റഡ് കറണ്ട്. കണ്ടിന്യൂസ്ലി സർക്യൂട്ട് ബ്രേക്കറിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ടിനെയാണ് നമ്മൾ റേറ്റഡ് കറണ്ട് എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം ഫോൾട്ട് കറണ്ട് ഇറ്റ് ക്യാൻ ഇന്ററപ്റ്റിനെയാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഡാമേജ് ഇല്ലാതെ മാക്സിമം എത്ര ഫോൾട്ട് കറണ്ട് അതിന് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മേക്കിംഗ് കപ്പാസിറ്റി ആണ്. പീക്ക് കറണ്ട് ഡ്യൂറിങ് ക്ലോസിംഗ് ഓൺ ഫോൾട്ട്. ഫോൾട്ടില് മാക്സിമം ഫോൾട്ടില് എത്ര പീക്ക് കറണ്ട് വരെ അതിന് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മേക്കിംഗ് കപ്പാസിറ്റിയിൽ വരുന്നത്. പിന്നെ വരുന്നത് ഷോർട്ട് ടൈം റേറ്റിംഗ് ആണ്. ഷോർട്ട് ടൈം റേറ്റിംഗിൽ ഫോൾട്ട് കറണ്ട് ഫോർ 1 to 3 സെക്കൻഡ് എത്രയാണെന്നുള്ളതാണ് ഷോർട്ട് ടൈം റേറ്റിംഗിൽ വരുന്നത്. റേറ്റഡ് വോൾട്ടേജ് ആണ് പിന്നെയുള്ളത് മാക്സിമം സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണെന്നുള്ളത്. ഇതിന്റെയൊക്കെ കുറച്ചും കൂടിയും ഇലാബറേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ റെഫർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് SF6 സർക്യൂട്ട് ബ്രേക്കർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിലബസിൽ. അപ്പൊ SF6 സർക്യൂട്ട് ബ്രേക്കറിനെ പറ്റി നോക്കുകയാണെങ്കിൽ SF6 ഗ്യാസ് ആയിരിക്കും ആർക്ക് ക്വെഞ്ചിങ് മീഡിയം അല്ലെങ്കിൽ ഇൻസുലേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ആ നെയിമും തന്നെ ക്ലിയർ ആണ് അല്ലെ. അപ്പൊ ആർക്ക് ക്വെഞ്ചിങ് മീഡിയം എന്ന് പറയുന്നത് SF6 ഗ്യാസ് ആണ്. എത്ര KV സിസ്റ്റംസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. 33 to 800 kV സിസ്റ്റംസ്, മാക്സിമം ഇന്ത്യയിലുള്ളത് 765 kV ആണ്. അപ്പൊ 33 kVയേക്കാളും ഗ്രേറ്റർ ആയ വോൾട്ടേജിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? SF6 സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. മെയിൻ ആയിട്ട് സബ്സ്റ്റേഷൻസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. നമുക്ക് അതിന്റെ ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ നോർമൽ കണ്ടീഷനിൽ എന്തായിരിക്കും? കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആയിരിക്കും, സാധാരണ പോലെ കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിലേ അത് ഡിറ്റക്ട് ചെയ്യുന്നു, കോണ്ടാക്റ്റിനെ ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ആർക്ക് ഫോം ചെയ്യുന്നു. ഡ്യൂ ടു അയണൈസേഷൻ ഓഫ് എയർ നിയർ ദ കോണ്ടാക്ട്സ് ആർക്ക് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസ് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. കാരണം നമുക്ക് ആർക്ക് എന്ത് ചെയ്യണം? ക്വെഞ്ച് ചെയ്യണം. ആർക്ക് ക്വെഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ആർക്കിനെ ഡീഅയണൈസ് ചെയ്യാൻ വേണ്ടി ഗ്യാസ് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നു. എക്സ്റ്റിംഗ്വിഷ്ഡ് ഇൻ 1 to 2 സൈക്കിൾസ്. 1 to 2 സൈക്കിൾസിന്റെ ഉള്ളിൽ നമ്മൾ ആർക്കിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുന്നു. SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ആണ് അടുത്തത്, അതായത് പ്രോസ് ആൻഡ് കോൺസ്. അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ആർക്ക് ക്വെഞ്ചിങ്ങിൽ സുപ്പീരിയർ ആണ്, കോമ്പാക്റ്റ് ആണ്, സൈലന്റ് ആണ്, നോൺ ഫ്ലെയിമബിൾ ആണ്, അതുപോലെ ലോ മെയിൻ്റനൻസേ ആവശ്യമുള്ളൂ. ഇതൊക്കെ SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ അതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ ഫോർമേഷൻ, അതായത് ഓസോൺ ഫോം ചെയ്യും. അതിന്റെ സ്മെല്ലാണ്, ഓർഡർ ആണെന്ന് നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു.
അയണൈസേഷൻ ഓഫ് എയർ സംഭവിക്കുമ്പോൾ ഓസോൺ ഫോം ചെയ്യും. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് ഓസോണിന്റെ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ്. മോണിറ്ററിങ്ങും റിക്കവറിയും കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ ഡിസഡ്വാൻറ്റേജസിൽ നമുക്ക് പെടുത്താവുന്നതാണ്. ഇനി വരുന്നതെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഒരു ഫോൾട്ട് ഉണ്ടാവുമ്പോൾ അത് ആദ്യം ഡിറ്റക്ട് ചെയ്യുന്നത് എന്താണ്? റിലേ ആണ്. ആ റിലേനെ പറ്റിയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ റിലേയുടെ ഡെഫിനിഷനും ഫങ്ഷനും പറയുകയാണെങ്കിൽ, റിലേ എന്ത് ചെയ്യുന്നു? അബ്നോർമൽ കണ്ടീഷൻസ് ലൈക്ക് ഓവർ കറണ്ട്, ഓവർ വോൾട്ടേജ്, അങ്ങനെയുള്ള അബ്നോർമൽ കണ്ടീഷൻസിനെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് റിലേ എന്ന് പറയുന്നത്. ഓക്കെ, റിലേ ഇത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്തുണ്ടാവും? ഒരു ട്രിപ്പ് സിഗ്നൽ അയക്കും. ആർക്ക്? സർക്യൂട്ട് ബ്രേക്കറിന്. ആദ്യം ഫോൾട്ട് ഉണ്ടാവുന്നു, റിലേ അത് ഡിറ്റക്ട് ചെയ്യുന്നു, നേരെ ട്രിപ്പ് സിഗ്നല് സർക്യൂട്ട് ബ്രേക്കറിന് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതുവഴി റിലേ എന്താ ചെയ്യുന്നത്? ഇറ്റ് എൻഷുവേഴ്സ് പ്രൊട്ടക്ഷൻ, സെലക്ടിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് സിസ്റ്റം. അപ്പൊ റിലേയുടെ കേസിൽ അബ്നോർമൽ വാല്യൂസ് വരുമ്പോൾ റിലേ കോയിൽ ഉണ്ട്, അത് എനർജൈസ്ഡ് ആവും, കോണ്ടാക്ട്സ് ചേഞ്ച് ചെയ്യും, ട്രിപ്പ് സിഗ്നല് ആർക്കയക്കും? സർക്യൂട്ട് ബ്രേക്കറിനയക്കും, സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആവുന്നു. ഓക്കെ, ഇതാണ് പ്രോസസ്സ് നടക്കുന്നത്. നമ്മള് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ നമുക്ക് റിലേസിനെ ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ, സ്റ്റാറ്റിക് റിലേ, ന്യൂമറിക് റിലേ ഈ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ബേസ്ഡ് ഓൺ ഫങ്ഷൻ ആണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഓവർ കറണ്ട്, ഓവർ വോൾട്ടേജ്, ഡിസ്റ്റൻസ് റിലേ, ഡിഫറൻഷ്യൽ റിലേ, ഡയറക്ഷണൽ റിലേ, റിവേഴ്സ് പവർ റിലേ, ഫ്രീക്വൻസി റിലേ, എർത്ത്ഫോർഡ് റിലേ, ബുച്ചോൾസ് റിലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ റിലേസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഏത് സ്ഥലത്ത് ഏത് റിലേ ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ആപ്ലിക്കേഷൻ ഏരിയ ഒന്ന് ഓർത്ത് വെക്കുക. ട്രാൻസ്മിഷൻ ലൈൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസ് റിലേയും അതുപോലെ ഡയറക്ഷണൽ റിലേയും ആണ് നമ്മൾ യൂസ് ചെയ്യുക. ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ റിലേ ആൻഡ് ബുച്ചോൾസ് റിലേ ആണ്. മോട്ടോഴ്സിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓവർ കറന്റ് റിലേ ആൻഡ് എർത്ത്ഫോൾട്ട് റിലേ ആണ്. ജനറേറ്റേഴ്സിന്റെ കേസിലാണെങ്കിൽ റിവേഴ്സ് പവർ ആൻഡ് ഫ്രീക്വൻസി റിലേ ആണ് യൂസ് ചെയ്യുന്നത്. സബ്സ്റ്റേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂമറിക്കൽ റിലേസ് ആണ്. അപ്പൊ ഏത് ഏരിയയിലാണ് പെർട്ടിക്കുലർ റിലേയുടെ ആപ്ലിക്കേഷൻ വരുന്നതെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളിപ്പോ പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്ത്, അതായത് സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് റിലേസിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ELCB ആർ സ്പെഷ്യലി യൂസ് ടു ഡിസ്കണക്ട് സപ്ലൈ അണ്ടർ എന്ത് കണ്ടീഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ELCBയുടെ ഫുൾ ഫോം തന്നെ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. അപ്പൊ എർത്ത് ലീക്കേജ് സംഭവിക്കുമ്പോഴാണ് ഈ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യാം. അപ്പൊ ഓപ്പൺ സർക്യൂട്ട് വരുമ്പോഴാണോ? അല്ല. ഓവർലോഡ് വരുമ്പോഴാണോ? അല്ല. ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴാണോ? അല്ല. എർത്ത് ലീക്കേജ് വരുമ്പോഴാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാം. നമുക്ക് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ കൂടാണ്ട് ഈ പർപ്പസിന് യൂസ് ചെയ്യുന്ന വേറെ ഒന്നാണ് RCCB എന്ന് പറയുന്നത്. റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതും നമ്മൾ ഈ പർപ്പസിന്, എർത്ത് ലീക്കേജ് പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബുച്ചോൾസ് റിലേ ഇസ് ലൊക്കേറ്റഡ്. ബുച്ചോൾസ് റിലേ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരണം എന്ത്? ട്രാൻസ്ഫോമറിന്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക കൺസർവേറ്റർ ടാങ്കിന്റെയും മെയിൻ ടാങ്കിന്റെയും ഇടയ്ക്കാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ബി, ഇൻ ബിറ്റ്വീൻ കൺസർവേറ്റർ ടാങ്ക് ആൻഡ് മെയിൻ ടാങ്ക്. അപ്പോഴാണ് ഫോൾട്ട് ഉണ്ടാവുമ്പോൾ ഗ്യാസ് അക്യുമുലേഷൻ ഉണ്ടാവുന്നതോ ഓയിൽ സർജ് ഉണ്ടാവുന്നതോ ഒക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അപ്പൊ ഇതാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേഴ്സ് പ്രൈസ് പ്രൊട്ടക്ഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ് മേഴ്സ് പ്രൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ, ഓൾട്ടർനേറ്റേഴ്സ്, അതുപോലെ
മോട്ടോഴ്സിന്റെ കേസിലൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. മേഴ്സ് പ്രൈസ് റിലേ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്ലൈസ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്ഫോമർ, ഓൾട്ടർനേറ്റേഴ്സ് ആൻഡ് മോട്ടോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 3-phase system, what is the minimum number of relays? Minimum number of relays ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. യൂസ് ടു ഡിറ്റക്ട് ഫേസ് ടു ഫേസ് ഫോൾട്ട്. നമുക്ക് എത്ര ഫേസ് ഉണ്ട്? 3 ഫേസ് ആണുള്ളത്. ആർ, വൈ, ബി. ഇതിനിടയ്ക്ക് 2 ഫേസുകളുടെ ഇടയ്ക്കും ഈ 2 ഫേസുകളുടെ ഇടയ്ക്കും നമ്മൾ ഓരോ റിലേസ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമതൊരു റിലേ ആറിന്റെയും ബിന്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നിർബന്ധമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നെങ്കിൽ ആറിന്റെ കേസിൽ അല്ലെങ്കിൽ ബിന്റെ കേസിലുള്ള അബ്നോർമാലിറ്റി എന്തായാലും ഈ ഒരു 2 റിലേയിൽ ഏതെങ്കിലും ഒന്ന് ഡിറ്റക്ട് ചെയ്യുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ 2 റിലേ മതിയാവും, 3 റിലേയുടെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി 2 റിലേ ആണ് മിനിമം നമ്പർ ഓഫ് റിലേസ് ഇൻ 3-phase സിസ്റ്റം ടു ഡിറ്റക്ട് ഫേസ് ടു ഫേസ് ഫോൾട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുച്ചോൾസ് റിലേ ഈസ് എ. ബുച്ചോൾസ് റിലേ എവിടെ യൂസ് ചെയ്യണമെന്ന് അപ്പൊ തന്നെ ഒന്നുകൂടെ ഓർക്കുക. ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബുച്ചോൾസ് റിലേ എന്ന് പറയുന്നത് ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ്. ഓയിൽ ഇമേഴ്സ്ഡ് ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. അപ്പൊ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാനാണ് ഇവിടെ ഓയിൽ ആക്ച്വേറ്റഡ് റിലേ, ഓയിൽ ടെമ്പറേച്ചർ ആക്ച്വേറ്റഡ് റിലേ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ബുച്ചോൾസ് റിലേ എന്ന് പറയുന്നത് ഓയിൽ ഇമേഴ്സ്ഡ് ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആക്ച്വേറ്റഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. അബ്നോർമാലിറ്റീസ് ഉണ്ടാവുമ്പോൾ ലൈക്ക് ഇൻസുലേഷൻ ഫെയിലിയർ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്, കോർ ഹീറ്റിംഗ്, ഇതൊക്കെ വഴി അബ്നോർമാലിറ്റീസ് വരുമ്പോൾ എന്തുണ്ടാവും? ഈ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യും. ഈ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ബുച്ചോൾസ് റിലേ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഡിവൈസ് ഓപ്പറേറ്റ്സ് ഫസ്റ്റ് when a fault occurs in a high voltage transmission line? ഹൈ വോൾട്ടേജ് ആണെങ്കിലും ലോ വോൾട്ടേജ് ആണെങ്കിലും ഏത് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിലും ഏത് ഡിവൈസ് ആണ് ഫോൾട്ടിനെ ഡിറ്റക്ട് ചെയ്യുന്നത്? റിലേ ആണ്. അപ്പൊ ആദ്യം വർക്ക് ചെയ്യുന്നത് ആരായിരിക്കും? റിലേ ആയിരിക്കും. ഓപ്ഷൻ ബി റിലേ ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. റിലേ അബ്നോർമൽ കണ്ടീഷൻ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രിപ്പ് സിഗ്നൽ സർക്യൂട്ട് ബ്രേക്കറിന് അയക്കുന്നു. സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യുന്നു, ഫോൾട്ടിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് വർക്കിംഗ് ഓർഡർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ സെയിം റപ്ചറിംഗ് കപ്പാസിറ്റി, ആക്ച്വൽ കറന്റ് ടു ബി ഇന്ററപ്റ്റഡ് ഇൻ HRC ഫ്യൂസ്. ഹൈ റപ്ചറിംഗ് കപ്പാസിറ്റിയിലുള്ള ഫ്യൂസിനെയാണ് HRC ഫ്യൂസ് എന്ന് പറയുന്നത്. വെരി ക്വിക്ലി ഫോൾട്ട് കറണ്ടിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് HRC ഫ്യൂസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ HRC ഫ്യൂസ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആക്ച്വൽ കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ട് ബ്രേക്കറിന്റെ കറണ്ടിനേക്കാളും മച്ച് ലെസ്സർ ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് വരുന്നത് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓവർ കറന്റ് റിലേ ഓഫ് കറന്റ് റേറ്റിംഗ്. കറന്റ് റേറ്റിംഗ് 5 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് സെറ്റിംഗ്, പ്ലഗ് സെറ്റിംഗും തന്നിട്ടുണ്ട് 150% ആണ്. കണക്റ്റഡ് ടു എ കറന്റ് ട്രാൻസ്ഫോമർ. കറന്റ് ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 200/5 ആംപിയർ ആണെങ്കിൽ ദെൻ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ലൈൻ കറന്റ് റിക്വയർഡ് ടു പിക്കപ്പ് ദ റിലേ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 150% ആണ് പ്ലഗ് സെറ്റിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 150% ഓഫ് സെക്കൻഡറി കറണ്ട്, അതായത് 5 ആംപിയർ ആണ് ഇവിടത്തെ കേസിലെ പിക്കപ്പ് കറണ്ട് വരുന്നത്, റിലേ പിക്കപ്പ് കറണ്ട് വരുന്നത്. അപ്പോ 150% ഓഫ് 5 ആംപിയർ ആണ് ഇവിടുത്തെ റിലേ പിക്കപ്പ് കറണ്ട് വരുന്നത്. അതായത് 150% എന്ന് പറയുമ്പോൾ 1.5 into 5 ആംപിയർ വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 7.5 ആംപിയർ. അപ്പൊ 7.5 ആംപിയർ ആണ് ഇവിടെ പിക്കപ്പ് കറണ്ട് ഓഫ് റിലേ വരുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലൈൻ കറണ്ട് ആണ്.
ലൈൻ കറണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കിട്ടിയിട്ടുള്ള വാല്യൂ ഓഫ് കറണ്ടിനെ കറണ്ട് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വിച്ച് മീൻസ് 200/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 7.5 × 40 വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 300 ആംപിയർ. അപ്പൊ ലൈൻ കറണ്ട് ചോദിച്ചതുകൊണ്ട് ഓപ്ഷൻ സി 300 ആംപിയർ ആണ് വരിക. ഇത് റിലേ പിക്കപ്പ് കറണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. മേക്കിംഗ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ബ്രേക്കിംഗ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചു വെക്കണം. ബ്രേക്കിംഗ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് MVA × 10⁶ divided by √3V എന്നുള്ളതാണ്. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കണം. ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് കറണ്ട് നമുക്ക് സാധാരണ ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. എത്ര MVA ആണെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 2000 ആണ്, വിച്ച് മീൻസ് 2 × 10⁻³ ഇവിടെ 10⁶ ഉള്ളതുകൊണ്ട് ഇത് ഒരുമിച്ച് നമുക്ക് 2 × 10⁹ എന്ന് എഴുതി കൂടെ. ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു എത്ര kV ആണ്? 33 kV ആണ്. 33 kV ആണ്. 33 × 10⁻³ എന്ന് വരുമല്ലോ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക ബ്രേക്കിംഗ് കറണ്ടിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 35 കിലോ ആംപിയർ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബ്രേക്കിംഗ് കറണ്ടിൽ നിന്ന് മേക്കിംഗ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും കൂടി പഠിച്ചു വെക്കണം. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു I ബ്രേക്കിംഗ് ഇൻറ്റു അസിമെട്രിക് ഫാക്ടർ എന്നാണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.8 ആണ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മേക്കിംഗ് കറണ്ടിന്റെ വാല്യൂ കിട്ടുക 89.08 കിലോ ആംപിയർ എന്നാണ്. ചെയ്ത് നോക്കുക. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓപ്ഷൻ ഡി ആണ് ഇപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ വരിക. ബ്രേക്കിംഗ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MVA × 10⁶ ഡിവൈഡ് ബൈ √3V യും, അതുപോലെ മേക്കിംഗ് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ √2 ടൈംസ് ബ്രേക്കിംഗ് കറണ്ട് ഇൻറ്റു അസിമെട്രിക് ഫാക്ടർ ആയിട്ട് അവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 1.8 ആണ് ടിപ്പിക്കൽ വാല്യൂ എടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് SF6 സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായാലും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം എയറിനേക്കാളും ദാറ്റ് ഓഫ് എയർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈ ആയിരിക്കും. കാരണം അതാണ് നമ്മൾ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈൻസിന്റെ ഒക്കെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർക്ക് ക്വെഞ്ചിങ് മീഡിയം ആയിട്ട് SF6 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തായാലും എയറിനേക്കാൾ കൂടുതലായിരിക്കും. അത് എത്ര കൂടുതലാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 2 to 3 ടൈംസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which relay is used in protection of long transmission line? Long transmission lines-ന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേ എന്ന് പറയുന്നത് മോർ റിലേ ആണ്. അത് പഠിച്ചു വെക്കുക. പിന്നെ മീഡിയം ട്രാൻസ്മിഷൻ ലൈനിന്റെയും ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിന്റെയും ഒക്കെ കേസിൽ വരുന്ന റിലേസ് ഏതൊക്കെയാണെന്ന് നമ്മൾ സ്റ്റഡി മെറ്റീരിയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇംപിഡൻസ് റിലേ ആണ്. മോർ റിലേ നമ്മൾ പറഞ്ഞു ഏതിന്റെ കേസിലാണ്? ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിലാണെങ്കിൽ യൂസ് ചെയ്യുന്നത് ഇംപിഡൻസ് റിലേ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ എ. മീഡിയം ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിലാണ് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി ഏത് യൂസ് ചെയ്യുന്നത്? ഇംപിഡൻസ് റിലേ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, on which of the following effects of electric current a fuse operate? Fuse operate ചെയ്യുന്നത് ഏത് എഫക്റ്റിലാണ്? ഹീറ്റിംഗ് എഫക്റ്റിലാണ്. ഫ്യൂസ് കത്തിപ്പോയി, ഫ്യൂസ് ഉരുക, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോ ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനാണ്. കൂടുതൽ കറണ്ട് വരുമ്പോൾ ഫ്യൂസ് എന്ത് ചെയ്യാണ്? മെൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മെൽറ്റ് ചെയ്ത് കണക്ഷൻ ബ്രേക്ക് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്യൂസ് എന്ന് പറയുന്നത് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദ വോൾട്ടേജ് 765 kV? ഇത് നമ്മൾ SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ
റേറ്റിംഗ് പഠിച്ചപ്പോഴേ പറഞ്ഞു 33 kV അബവ് 800 kV വരെയും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് SF6 സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് കൂടുതലുള്ള, പെട്ടെന്ന് ആർക്ക് ക്വെഞ്ചിങ് ചെയ്യാൻ പറ്റുന്ന എഫിഷ്യന്റ് ആയിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കർ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതെന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി SF6 സർക്യൂട്ട് ബ്രേക്കർ ആണ്. Next question, SF6 circuit breakers are widely used in high voltage applications. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞുള്ളൂ, ഹൈ വോൾട്ടേജ് അപ്ലിക്കേഷൻസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? SF6 സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഇതിനുള്ള പ്രൈമറി റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. ബാക്കി ബ്രേക്കേഴ്സ്, സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ പ്രിഫർ ചെയ്യാതെ നമ്മൾ ഈ പ്രൈമറി റീസൺ ഫോർ പ്രിഫറിങ് ദിസ് SF6 സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്നാണ് ചോദിക്കുന്നത്. SF6 ഗ്യാസ് ഈസ് റെഡിലി അവൈലബിൾ ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആണോ? അല്ല, എക്സ്പെൻസീവ് ആണെന്ന് നമ്മൾ SF6ന്റെ ഡിസഡ്വാൻറ്റേജസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. SF6 ബ്രേക്കേഴ്സ് ആർ കോമ്പാക്ട് ആണെന്നുള്ളത് ശരിയാണ്, അതായത് ലെസ് സ്പേസ് എടുക്കുള്ളൂ. പക്ഷെ അതല്ല അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ SF6 സർക്യൂട്ട് ബ്രേക്കർ റിക്വയർ ലെസ് മെയിൻ്റനൻസ് ആണ് വരുന്നതെന്ന് പറയുന്നത് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശരിയാണെങ്കിലും അതല്ല പ്രൈമറി റീസൺ എന്ന് പറയുന്നത്. പ്രൈമറി റീസൺ എന്താണ്? അതിന്റെ ആർക്ക് ക്വെഞ്ചിങ് പ്രോപ്പർട്ടി തന്നെയാണ് അതിന്റെ പ്രൈമറി റീസൺ ഫോർ പ്രിഫറിങ് ഫോർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസ്. അപ്പൊ ഓപ്ഷൻ എന്താണ് ഇവിടെ വരിക? ഓപ്ഷൻ സി, ദ സുപ്പീരിയർ ഇൻസുലേറ്റിംഗ് ആൻഡ് ആർക്ക് ക്വെഞ്ചിങ് പ്രോപ്പർട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a transmission line experiencing severe power surges എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈൻ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന റിലേ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിവിയർ പവർ സർജസ് വരുന്ന ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോ റിലേ ആണ് കൂടുതൽ അക്യുറേറ്റ് ആൻഡ് റിലയബിൾ ഫോർ ഡിറ്റക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഇൻ കേസ് ഓഫ് സിവിയർ പവർ സർജസ് ഉള്ള ട്രാൻസ്മിഷൻ ലൈൻസ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. സിവിയർ പവർ സർജസ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം റിലേയിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള റിലേ ആണ് നമ്മൾ യൂസ് ചെയ്യുക. മോസ്റ്റ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് ഏതാണ്? മോ റിലേ ആണ് ഈ തന്നിട്ടുള്ളതിൽ. കാരണം അതാണ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് അതിന്റെ പ്രോപ്പർട്ടീസ് കാരണമാണ്. അപ്പോൾ ലോങ് ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിൽ യൂസ് ചെയ്യുന്ന റിലേ ആണ് നമ്മൾ സിവിയർ പവർ സർജസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ വരുന്നത് മോ റിലേ ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ മെറ്റീരിയലില് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റെഫർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 3-phase 11 kV oil circuit breaker is rated 600 ampere 1000 MVA 3 seconds. The symmetrical braking current ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ബ്രേക്കിംഗ് കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ബ്രേക്കിംഗ് കറണ്ട് വിൽ ബി ഈക്വൽ ടു MVA into 10⁶ divided by എന്താണ് √3 into V, which is equal to ഇവിടെ എന്താണ് 10⁻³ 1000 ആണ് ഇവിടെ വരുന്നത് into 10⁶ divided by √3 into 11 kV ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 11 ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 11 into 10⁻³ ഉണ്ട്, കാരണം 11 kV ആണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 52.48 കിലോ ആംപിയർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ഡി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ HRC ഫ്യൂസസിനെ പറ്റിയിട്ടാണ്. HRC ഫ്യൂസസ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർ റേറ്റഡ് കറണ്ട് അപ് ടു, ഇത് പഠിച്ചു വെക്കേണ്ടതാണ്, 1250 1250 ആംപിയർ കറണ്ട് റേറ്റിംഗ് വരെയുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? HRC ഫ്യൂസസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ HRC ഫ്യൂസസ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈ റേറ്റഡ് കറണ്ട് ആയിട്ടുള്ള 1250 ആംപിയർ വരെ വരുന്നതിനാണ്. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് എന്നാണ് HRC ഫ്യൂസസിന്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി 1250. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which of the following device will not operate at fault? ഫോൾട്ട് സംഭവിക്കുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യാത്ത ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്യൂസ് ഫോൾട്ട് കറണ്ട് വരുമ്പോൾ മെൽറ്റ് ചെയ്തുകൊണ്ട് ഹീറ്റിംഗ് എഫക്റ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ ഫോൾട്ട് വരുമ്പോൾ ഫ്യൂസ് എന്തായാലും വർക്ക് ചെയ്യും. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത് നമ്മൾ അതേ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. അബ്നോർമൽ കണ്ടീഷൻസ് വരുമ്പോൾ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണ്. ഫോൾട്ട് കണ്ടീഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. MCB എന്ന് പറയുന്നത് എന്താണ്? സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതും ഇതുപോലെ ഫോൾട്ട് കണ്ടീഷൻ വരുമ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യാന്ന് നമുക്കറിയാം. ഇതില് A ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഐസൊലേറ്റർ എന്ന് പറയുന്നത് ഫോൾട്ട് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ല. നമ്മൾ ഫോൾട്ട് കണ്ടുപിടിച്ചതിന് ശേഷം റിലേ ഫോൾട്ട് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം റിലേ ട്രിപ്പിംഗ് സിഗ്നല് സർക്യൂട്ട് ബ്രേക്കറിന് കൊടുക്കും. സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും? കോണ്ടാക്ട്സ് ഓപ്പൺ ആക്കും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പെർട്ടിക്കുലർ ഏത് ഭാഗത്താണോ ഫോൾട്ട് സംഭവിച്ചിരിക്കുന്നത് ആ ഭാഗത്തിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഫോൾട്ട് എന്താണോ അത് ക്ലിയർ ചെയ്തതിന് ശേഷം തിരിച്ച് വീണ്ടും കണക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഐസൊലേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്യൂസ് ഇൻ DC സർക്യൂട്ട് ഈസ് ഇൻസേർട്ടഡ് ഇൻ. ഫ്യൂസ് എവിടെയാണ് DC സർക്യൂട്ടിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് രണ്ട് ലൈനിന്റെ കേസിലും ഫ്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലൈൻ. രണ്ട് ലൈൻസ് ആണല്ലോ. DC ആകുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഈ പോസിറ്റീവ് ലൈനിന്റെയും നെഗറ്റീവ് ലൈനിന്റെയും കേസിൽ നമുക്ക് ഫ്യൂസസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. രണ്ടിന്റെയും കേസിൽ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിലും യൂസ് ചെയ്യുന്നത് കേട്ടോ, ഇൻസേർട്ട് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. Now the last question is, match the following properties applications of distance relays. ഡിസ്റ്റൻസ് റിലേയിൽ വരുന്ന 3 റിലേസ് ആണ് ഇംപിഡൻസ് റിലേ, റിയാക്ടൻസ് റിലേ ആൻഡ് മൂർ റിലേ. ഇംപിഡൻസ് റിലേ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് മുന്നേ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നു, മീഡിയം ലെങ്ത് ലൈൻസിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. നടുവിൽ വരുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. എന്തൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്? ഇംപിഡൻസ് റിലേ, മീഡിയം ലെങ്ത് ഓക്കെയായി. ഇനി നടുവിൽ വരുന്നത് വോൾട്ടേജ് റീസ്ട്രെയിൻഡ് ഡയറക്ഷണൽ റിലേ ആണോ, ഡയറക്ഷണൽ റീസ്ട്രെയിൻഡ് ഓവർ കറന്റ് റിലേ ആണോ, വോൾട്ടേജ് റീസ്ട്രെയിൻഡ് ഓവർ കറന്റ് റിലേ ആണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. അതിന്റെ ആൻസർ വരിക വോൾട്ടേജ് റീസ്ട്രെയിൻഡ് ഓവർ കറന്റ് റിലേ ആണ്. അതുകൊണ്ട് 1, 3, 2 എന്ന് വരുന്ന ഓപ്ഷൻസ് ആണ് ഓർഡറിൽ വരിക. അപ്പൊ ഈ 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ കേസിലുള്ളത്. ഇത് രണ്ടും ക്യാൻസൽ ആയി. ഓക്കെ. പിന്നെ മോർ റിലേ നമുക്കറിയാം ഏതിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. മോർ റിലേസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ലോങ് ട്രാൻസ്മിഷൻ ലൈൻസിന്റെ കേസിലാണ്. അപ്പോൾ നടുവിലത്തെയും കൂടെ കിട്ടാനുള്ളൂ. 3ന്റെ അവിടെ വരുന്നത് 1 ആണ്. 1ന്റെ ഒപ്പം വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വോൾട്ടേജ് റീസ്ട്രെയിൻ ഡയറക്ഷണൽ റിലേ ആണ്. മോർ റിലേ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷണൽ റിലേ ആണ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? 3, 1, 1 അല്ലെ? 3, 1, 1 വരുന്നത് എവിടെയാ? ഇവിടെയാണ്. അപ്പൊ ഈ 2 ഓപ്ഷൻസ് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ളത് ആരാണ്? റിയാക്ടൻസ് റിലേ ആണ്. ഡയറക്ഷണൽ റീസ്ട്രെയിൻഡ് ഓവർ കറന്റ് റിലേ ആണ്. അതുപോലെ വോൾട്ടേജ് ഷോർട്ട് ലെങ്ത് ലൈൻസിന്റെ കേസിലാണ് നമ്മൾ റിയാക്ടൻസ് റിലേ യൂസ് ചെയ്യുക. ഓക്കെ. 2, 2, 3 വരും. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് റിലേസിന്റെ പോർഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Focus on what really matters.